നമസ്കാരം. ക്ഷേത്രങ്ങളെ അറിയാൻ ടെമ്പിൾ വോയേജിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കാവേരി നദിയുടെ തെക്കൻ തീരം, ചോളശില്പികൾ കൃഷ്ണശിലയിൽ നിർമ്മിച്ച മഹാകാവ്യം എവിടെ നോക്കിയാലും വിസ്മയാവഹം. നമ്മളിന്ന് പൊന്നിയിൻ സെൽവൻ്റെ നാട്ടിലേക്ക്, തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്ക്. ആദ്യ കവാടം മറാത്ത ഗേറ്റ്. മറാത്ത ഭരണകാലത്ത് 17-19 നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിച്ചത്. അതിന് വെളിയിലായി കോട്ടമതിലിനോട് ചേർന്ന് ചുറ്റും കിടങ്ങുകൾ. രണ്ടാമത്തെ കവാടം കേരളാന്തകൻ തിരുവാസൽ. കേരളത്തിലെ ചേര രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി രാജരാജ ചോളൻ നിർമ്മിച്ചത്. ഇവിടെ നിന്നും സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ ശേഷം മാത്രമേ അകത്തേക്ക് വിടുകയുള്ളൂ. ചോള രാജവംശത്തെക്കുറിച്ച്, ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ച് ചുരുക്ക വിവരണം. ഇത് ക്ഷേത്രത്തിൻ്റെ ഭൂപടം, സന്ദർശകർക്കുള്ള വിശദമായ രൂപരേഖ. കേരളാന്തകൻ തിരുവാസകം എന്ന ഈ രണ്ടാമത്തെ കവാടത്തെപ്പറ്റി ഒരു വിവരണം. ക്ഷേത്ര മതിൽക്കെട്ടിനോട് ചേർന്നുള്ള മൂന്നാമത്തെ കവാടം രാജരാജ തിരുവാസൽ. കേരളാന്തകൻ തിരുവാസലിനും രാജരാജ തിരുവാസലിനും ഇടയിലെ മനോഹരമായ പുൽത്തകിടി. മൂന്നാമത്തെ കവാടത്തിലെ 330 അടി ഉയരമുള്ള ഗോപുരം കടന്ന് അകത്തു ചെന്നാൽ നിർമ്മിതിയുടെ മറ്റൊരു ലോക അതിശയം. സൂര്യപ്രഭയിൽ തിളങ്ങുന്ന രാജരാജ തിരുവാസൽ. 3 അടുക്കുള്ള സുരക്ഷ. മറാത്ത ഗേറ്റ്, കോട്ടമതിൽ, വലിയ കിടങ്ങ്, ക്ഷേത്രമതിൽ. ചോളരാജ്യത്തെ എല്ലാ പ്രധാന പരിപാടികളും യാഗങ്ങൾ ഉൾപ്പെടെ ഈ ക്ഷേത്രാങ്കണത്തിലാണ് നടന്നിരുന്നത്. ചോള സാമ്രാജ്യകാലത്തെ മിക്കവാറും ക്ഷേത്രങ്ങൾ ഇന്ന് നാശോന്മുഖം ആയിരിക്കുന്നുവെങ്കിലും ഈ ക്ഷേത്രവും ഗംഗൈകൊണ്ട ചോളപുരത്തുള്ള മറ്റൊരു ബൃഹദേശ്വര ക്ഷേത്രവും ഇന്നും അതേപടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ ക്ഷേത്രവും ഇടം പിടിച്ചത്. ഒറ്റക്കൽ കരിമ്പാറയിൽ നിർമ്മിച്ച 12 മീറ്റർ ഉയരവും 20 മീറ്റർ നീളവും 25 ടൺ ഭാരവുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ നന്ദി പ്രതിഷ്ഠ. പ്രധാന ശ്രീകോവിലേക്കുള്ള പ്രവേശന കവാടം. വളരെ സൂക്ഷ്മതയോടെ ഈ നിർമ്മിതി ഒന്ന് ശ്രദ്ധിക്കുക. ആധുനിക കാലത്തെ ഇൻ്റർലോക്കിംഗ് എന്ന സാങ്കേതികവിദ്യയാണ് 1000 വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ചിരിക്കുന്നത്. ആധുനിക വിധിമുറകളൊന്നുമില്ലാതിരുന്ന കാലത്ത് കൃത്യമായ വാസ്തുശാസ്ത്രം അനുസരിച്ച് നിർമ്മിച്ച ഒരു ക്ഷേത്രം. രാജരാജ ചോളൻ്റെ ഭരണകാലത്ത് 1000ഓളം ജീവനക്കാരെ ക്ഷേത്രത്തിലെ വിവിധ ആവശ്യങ്ങൾക്കായി നിയോഗിച്ചിരുന്നതായി അറിയുന്നു. 100 കണക്കിന് പുരോഹിതന്മാർ, നൃത്തകലകളിൽ അഗ്രഗണ്യരായിരുന്ന 400-ൽ പരം നർത്തകിമാർ, 50ഓളം ശാസ്ത്രീയ സംഗീതജ്ഞർ, 100-നടുത്തുള്ള പക്കവാദ്യക്കാർ, ഗുമസ്തർ, കാവൽക്കാർ, അങ്ങനെ നീളുന്നു ക്ഷേത്ര ജീവനക്കാരുടെ പട്ടിക. ഇവരെല്ലാം താമസിച്ചിരുന്ന ചുറ്റമ്പലങ്ങളാണ് ഇവിടെ കാണുന്നത്.
അസാമാന്യ നിർമ്മാണ വൈഭവമുള്ള ജോലിക്കാരുടെ ഒരു കൂട്ടായ്മ. കല്ലുകൾ തമ്മിൽ എത്ര കൃത്യതയോടെയാണ് പരസ്പരം അകലമില്ലാതെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ക്ഷേത്രത്തിലെ ലോകപ്രശസ്തമായ നിർമ്മിതി. 66 മീറ്റർ 19 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ക്ഷേത്രഗോപുരം. നിർമ്മിച്ച കാലത്ത് രാജരാജേശ്വര ക്ഷേത്രം, നായ്ക്കർ ഭരണകാലത്ത് ആവുടയാർ ക്ഷേത്രം, പിന്നീട് മറാത്ത ഭരണകാലത്താണ് ബൃഹദേശ്വര ക്ഷേത്രം എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ക്ഷേത്ര ശ്രീകോവിലിൽ ബൃഹദീശ്വര ദർശനത്തിനായി വരി നിൽക്കുന്ന ധാരാളം ഭക്തജനങ്ങളെ കാണാം. മുൻപിൽ കാണുന്നത് ഗണപതി ക്ഷേത്രമാണ്. ഇതുകൂടാതെ ബ്രഹ്മാംബിക ക്ഷേത്രം, ചാണ്ടികേശ്വരർ ക്ഷേത്രം, നവഗ്രഹ ക്ഷേത്രം, കരൂരാർ ക്ഷേത്രം, ദക്ഷിണാമൂർത്തി ക്ഷേത്രം, വരാഹി ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം എന്നിങ്ങനെ 7ഓളം ഉപക്ഷേത്രങ്ങളുമുണ്ട്. ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ ശിഖരം എന്ന വെളിപ്പേരുള്ള 80 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ച താഴികക്കുടം. 60 മീറ്ററിലധികം ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ താഴികക്കുടം ലോകത്തിന് മുന്നിൽ ഒരു അത്ഭുതമാണ്. AD 985 തുടങ്ങിയ നിർമ്മാണം AD 1010 പൂർത്തിയായത്. നിരവധി ഒറ്റക്കൽ തൂണുകളിൽ മാത്രം താങ്ങി നിർത്തിയിരിക്കുന്ന ചുറ്റമ്പലങ്ങൾ. രാജരാജ ചോളൻ്റെ സൈന്യാധിപൻ കൃഷ്ണൻ രാമൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചത്. പ്രധാനമായും ക്ഷേത്രത്തിലെ നർത്തകിമാരുടെ വിശ്രമ കേന്ദ്രങ്ങളായിരുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തുള്ള ചുറ്റമ്പലങ്ങളിൽ 108 ശിവലിംഗങ്ങൾ പല വലുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിലെ ശിലാലിഖിതങ്ങളിൽ നിന്നും ഗവേഷകർ വായിച്ചെടുത്തതാണ് ഈ വിവരങ്ങൾ. ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഉയരം മുതൽ 4 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ചരിവ് തലം നിർമ്മിച്ച് അതിലൂടെ ആനകളുടെ സഹായത്തോടെ മനുഷ്യർ നടത്തിയ അത്യധ്വാനത്തിലൂടെയാണ് ഈ താഴികക്കുടം മുകളിലെത്തിച്ചത് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതിന് കൃത്യമായ ചരിത്രരേഖകളോ മറ്റു തെളിവുകളോ ഇല്ല. ക്ഷേത്ര ഗോപുരത്തിൻ്റെ നിർമ്മാണത്തിലെ മറ്റൊരു പ്രത്യേകത, സൂര്യൻ ക്ഷേത്രഗോപുരത്തിന് മുകളിൽ വരുമ്പോൾ, വ്യക്തമായി പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക്, ഈ ഗോപുരത്തിൻ്റെ നിഴൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. 66 മീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന 80 ടൺ ഭാരമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ താഴികക്കുടത്തിൻ്റെ ഭാരം എങ്ങനെ കണക്കാക്കി എന്ന് മനസ്സിലാകുന്നില്ല. ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവർ ദയവായി കമൻറ്റ് ബോക്സിൽ മറുപടി തരിക. ധാരാളം ചുവന്ന വസ്ത്രധാരികൾ ഏതെങ്കിലും പ്രത്യേക ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തജനങ്ങളായിരിക്കും. ഉപദൈവങ്ങളുടെ ക്ഷേത്രങ്ങളും ശില്പവേലകളുടെ കാര്യത്തിൽ അതിമനോഹരങ്ങളാണ്. അടി എന്ന് വച്ചാൽ 8.7 മീറ്റർ ഉയരമുള്ള ശിവലിംഗമാണ് ഈ ശ്രീകോവിലിൽ ഉള്ളത്. സൗരാഷ്ട്രയിൽ നിന്നും കൊണ്ടുവന്ന ഒറ്റക്കല്ലിലാണ് ശിവലിംഗം നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷമായിരിക്കും ക്ഷേത്രഗോപുരത്തിൻ്റെ നിർമ്മാണം നടന്നത് എന്ന് അനുമാനിക്കാം. രാജരാജ ചോളൻ്റെ 25ാം രാജഭരണ വർഷത്തിലെ 275ാം ദിവസമാണ് ക്ഷേത്രത്തിലെ 80 ടൺ ഭാരമുള്ള കുംഭാഭിഷേകം നടത്തിയത്. ക്ഷേത്ര ചരിത്രത്തോടൊപ്പം അന്ധവിശ്വാസങ്ങളും വളരെയധികം സ്വാധീനിച്ച ക്ഷേത്രം. രാജരാജ ചോളനും കരൂറാർ എന്ന അദ്ദേഹത്തിൻ്റെ രാജഗുരുവിനും പലപ്പോഴും ആശയപരമായി വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നതായി അറിയുന്നു.
അങ്ങനെ ക്ഷുഭിതനായ രാജഗുരു ഒരിക്കൽ രാജരാജ ചോളനെ ശപിക്കുന്നു. രാജരാജ ചോളൻ്റെ യശസ് നിലനിൽക്കുന്ന വിധത്തിൽ ക്ഷേത്രം നിർമ്മിക്കണം എന്ന് രാജഗുരു ഉപദേശിക്കുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം രാജാവിനും പരമ്പരയ്ക്കും 1000 വർഷത്തിൻ്റെ യശസ്സുണ്ടാകും എന്നനുഗ്രഹിച്ച രാജഗുരു ക്ഷേത്രത്തിനു വേണ്ടി സ്ഥലം കണ്ടെത്തി കൊടുത്തു. രണ്ടു പേർക്കും ഇടയിൽ വീണ്ടും അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്ത സമയത്ത് രാജരാജ ചോളൻ രാജഗുരുവിനോട് വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള സ്ഥലത്തെക്കുറിച്ച് ആരായുകയും രാജഗുരു സ്ഥലം തുപ്പിക്കാണിച്ചു കൊടുത്തു എന്നും പറയപ്പെടുന്നു. രാജഗുരുവിനെ അനുസരിച്ച് അതേ സ്ഥലത്ത് പ്രതിഷ്ഠയും നടത്തി. പ്രതിഷ്ഠയ്ക്ക് ശേഷം നിത്യപൂജ നടത്തുന്ന കാര്യത്തിൽ രാജാവിനും ഗുരുവിനും തമ്മിൽ തർക്കമുണ്ടായി. രാജഗുരു ആഗമശാസ്ത്ര വിധിപ്രകാരം പൂജകൾ നടത്തണം എന്ന് നിർബന്ധിച്ചു. എന്നാൽ രാജാവ് സംസ്കൃത ശാസ്ത്രവിധി പ്രകാരം മതി എന്ന് ശഠിച്ചു. അവസാനം രാജാവിൻ്റെ ആഗ്രഹപ്രകാരം സംസ്കൃത രീതിയിൽ പൂജകൾ നടക്കുന്നു. ക്ഷുഭിതനായ രാജഗുരുവിൻ്റെ ശാപം ഇങ്ങനെയായിരുന്നു: അധികാരമുള്ള ഒരാൾ ഇവിടെ ദർശനത്തിന് വന്നാൽ ഭരണം നശിച്ച് സ്വയം നശിച്ചു പോകും എന്നായിരുന്നു. AD 1014 ക്ഷേത്രത്തിനകത്തുള്ള പള്ളിയറയിൽ കാൽ തെറ്റി വീണ് തലയടിച്ച് രാജരാജ ചോളൻ മരണമടഞ്ഞത് എന്ന് പറയപ്പെടുന്നു. രാജരാജ ചോളൻ്റെ ദുർമരണത്തിന് ശേഷം ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ വരാതായി. അതിന് പരിഹാരമായി അദ്ദേഹത്തിൻ്റെ മകൻ രാജരാജ ചോളൻ രണ്ടാമൻ മറ്റൊരു ക്ഷേത്രം ഇതേ മാതൃകയിൽ നിർമ്മിച്ചതാണ് ഗംഗൈകൊണ്ട ചോളപുരത്തുള്ള ബൃഹദേശ്വര ക്ഷേത്രം. 1984 ഇന്ദിരാഗാന്ധിയും കൂടെ MGRും രാജരാജ ചോളൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ ഇവിടെ വരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് തിരിക്കുന്നതിന് മുൻപ് MGR കുഴഞ്ഞു വീഴുന്നു. അന്നു മുതൽ 1987 മരണമടയുന്നതുവരെ അദ്ദേഹം പലവിധ അസുഖബാധിതനായിരുന്നു. 1984 തന്നെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു. 2010 ക്ഷേത്രത്തിൻ്റെ 1000 വർഷം തികയുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയായിരുന്ന M കരുണാനിധി എത്തിച്ചേരുന്നു. 2011 അധികാരം മാറുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. ആകസ്മികം എന്ന് പറഞ്ഞാലും അതിനു മുമ്പോ ശേഷമോ അധികാരത്തിൽ ഇരിക്കുന്നവർ ആരും ഈ ക്ഷേത്ര ദർശനം നടത്തിയിട്ടില്ല. ക്ഷേത്രത്തിലെ കലാകാരന്മാരുടെയും നർത്തകിമാരുടെയും അടിസ്ഥാന വിവരങ്ങൾ തൂണുകളിൽ സംസ്കൃതത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു. പൊന്നിയൻ സെൽവൻ എന്ന മണിരത്നം ചലച്ചിത്രം പുറത്തു വന്നതിന് ശേഷം ധാരാളം സഞ്ചാരികൾ വീണ്ടും ഈ ക്ഷേത്രത്തിലേക്ക് വന്നു തുടങ്ങി. എനിക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതീതി ഇതിനകത്ത് പ്രവേശിച്ചപ്പോൾ തോന്നിയില്ല. ഞാൻ ശ്രദ്ധിച്ചവർ സ്വദേശികളും വിദേശികളും എല്ലാം ഏറ്റവും ആധുനിക വീഡിയോ ക്യാമറകളും കയ്യിലേന്തിയായിരുന്നു വന്നിരുന്നത്. $80 കിലോമീറ്റർ ചുറ്റളവിൽ ലഭ്യമല്ലാത്ത തരം കൃഷ്ണശിലയിൽ സിമൻറ്റ്, സുർക്കി തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കാതെ ഇന്ന് ഇൻ്റർലോക്കിംഗ് എന്ന് വിളിക്കുന്ന നിർമ്മാണ രീതി. കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരു ജലാശയം ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ അത് നികന്നു. 25 വർഷവും 275 ദിവസവും കൊണ്ട് നിർമ്മിച്ചെടുത്ത ഈ ക്ഷേത്രം ഇപ്പോൾ 1014 വർഷം എത്തി നിൽക്കുന്നു. ക്ഷേത്ര കാഴ്ചകളും വിവരണങ്ങളും ഇഷ്ടമായോ? ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.